അവിടെ അതിന്റെ പോയിന്റ്. ഉറക്കത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് കള്ളത്തരം പറയാൻ പിശാചിന് കഴിയില്ല. പിശാചിന് ഒരുപാട് രൂപത്തിൽ, ഏത് രൂപമാകട്ടെ, അതിലൊക്കെ പിശാചി വന്നിട്ട് പറയാ അന റസൂലുള്ളാഹ് പറയാന്നുള്ളതല്ല പ്രധാനം. ഇബ്രാഹിം നബിനെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വർക്കത്ത് കാണില്ല, നേരത്തെ കാണുകയാണ്. അതാ മനസ്സിലാക്കേണ്ടത്. വർക്കത്ത് പോയി നമ്മൾ കാണുമല്ലോ, പലരും കാണും. കണ്ടത് അവരാവും ചെയ്യുക, അല്ലാതാവും ചെയ്യുക, അത് വേറെ സംഗതി. നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളൊന്നുമില്ല. അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളൊന്നുമില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലാന്ന് വന്ന് പറയും എന്നോട്, മനസ്സിലായി? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരും, അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ആ റസൂലാനെ കണ്ട റസൂലാനെ എന്നുള്ള അർത്ഥത്തിലല്ല. അത് ശൈത്താൻ എനിക്ക് റസൂലാന്റെ രൂപത്തിൽ രൂപപ്പെട്ട് വരാൻ സാധ്യത. അപ്പോൾ റസൂൽ ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലാൻ നമ്മൾ കണ്ടേ. അപ്പോൾ അതെന്തോ ആവട്ടെ, നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ പലതും കാണും, പലരും കാണും. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അമ്പിയാക്കന്മാർ റസൂല കണ്ടു തന്നെ, സ്വപ്നത്തിൽ കണ്ടു എന്നല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപത്തിൽ ഒരു പിശാചിനും ഒരിക്കലും രൂപാന്തരപ്പെടാൻ കഴിയില്ല. അത് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അതേ സമയത്ത് ഏതോ ഒരു മനുഷ്യൻ വന്ന് എന്തോ ഒന്ന് കണ്ടിട്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതൊക്കെ വിഴുങ്ങാൻ മാത്രം നമ്മൾ ആയി പോകാനും പാടില്ല എന്ന് നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല.